ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ സൂറത്തുൽ ബലദിന്റെ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സൂറത്തുൽ ബലദ് മക്ക എന്ന നാടിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ബലദ്. അതിന്റെ ഏതാനും ആയത്തുകൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞു. ഇന്ന് 11ാമത്തെ ആയത്ത് മുതൽ 20ാമത്തെ ആയത്ത് വരെ സൂറത്തിന്റെ അവസാനം വരെയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ മക്ക എന്ന മഹത്തായ പ്രദേശത്തെ അല്ലാഹു സത്യം ചെയ്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ അല്ലാഹു തആല പറഞ്ഞു. എന്തുകൊണ്ടാണ് മക്കയെ സത്യം ചെയ്ത് പറഞ്ഞത് എന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല കൃത്യമായി അറിയുന്നുണ്ട്. എല്ലാ ചലനങ്ങളെയും അല്ലാഹു അറിയുന്നുണ്ട് എന്ന് അല്ലാഹു സൂചിപ്പിച്ച് 3 പ്രധാന നിഅമത്തുകളെ അല്ലാഹു തആല എടുത്തു പറഞ്ഞു. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഇങ്ങനെയുള്ള ശരീരത്തിലെ 3 പ്രധാന അവയവങ്ങളെയും ഹിദായത്തിന്റെ വഴിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ആയത്തുകൾ അല്ലാഹുവിന്റെ നിഅമത്തായി ഇതെല്ലാം മനുഷ്യന് നൽകിയിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ അല്ലാഹുവിനെ വ്യക്തമായി മനസ്സിലാക്കാത്തതും അല്ലാഹു പറഞ്ഞതനുസരിച്ച് നടക്കാത്തതും എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യൻ അല്ലാഹു അവനെ കാണുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? യഹ്സബു അല്ലം യറഹു അഹദ്, ആരും അവനെ കാണുകയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അറിയുന്ന ഒരുത്തൻ അല്ലാഹു ഉണ്ട് എന്ന് സൂചിപ്പിച്ചു. ഇനി തുടർന്ന ഭാഗങ്ങളിൽ ഇപ്പോ നമുക്ക് അല്ലാഹു നൽകിയ കണ്ണ്, ആ കണ്ണിന്റെ ശ്രേഷ്ഠത എന്താണ്, കണ്ണിനെ ശാസ്ത്രീയമായി എന്തെല്ലാം മേന്മകളുണ്ട്, അതുമായി ബന്ധപ്പെട്ടതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. കാഴ്ചയെക്കുറിച്ചും കണ്ണിന്റെ ലെൻസിനെ കുറിച്ചും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ലിസാന്, നാവിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, ആധുനികമായി ശാസ്ത്രീയമായി കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തൊക്കെയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്നതുപോലെ തന്നെ 2 ചുണ്ടുകൾ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രധാനപ്പെട്ട തലയിൽ മാത്രം ഒതുങ്ങിയ 3 അവയവങ്ങളെ മാത്രം അല്ലാഹു എടുത്തു പറഞ്ഞ് ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലയോ, എന്നിട്ടും എന്താണ് നിങ്ങൾ ഇങ്ങനെ എന്നൊരു ചോദ്യമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ധ്വനി. അതിനുശേഷം അല്ലാഹു പറയാണ്, നന്മയുടെ വഴിയെ ഉദാഹരിച്ച് പറയാണ്. നന്മയുടെ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, ആ വഴി നിങ്ങൾ പിന്തുടരണം. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. 2 വഴികളെ നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തന്നു. ഒന്ന് നന്മയുടെ വഴിയുണ്ട്, തിന്മയുടെ വഴിയുണ്ട്. തിന്മയുടെ വഴിയിൽ പോയാൽ അപകടമുണ്ട് എന്ന് അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മെ പഠിപ്പിച്ചു. അതേ സമയത്ത് നന്മയുടെ വഴി, ആ വഴിയിൽ സഞ്ചരിച്ചാൽ അവന് സ്വർഗമുണ്ട്, അവന് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ വഴിയിൽ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ അല്പം പ്രയാസമുണ്ട്. ഒരുപക്ഷെ തിന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ ഭൗതികമായ മാനദണ്ഡങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്പം രസകരമായിരിക്കും. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട വഴിയിൽ സഞ്ചരിക്കണമെങ്കിൽ ഇവിടെ ദുർഘടമായിരിക്കും. ഇവിടെ എന്ന് ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലോകത്ത് ദുർഘടമായിരിക്കും. അതിനെ സൂചിപ്പിക്കുന്ന ആയത്താണ് ഇനി അല്ലാഹു പറയുന്നത്, ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. അല്ലാഹു ചോദിക്കുകയാണ്, ഫലഖതഹമൽ അഖബ,
നിങ്ങൾ വലിയ മലമ്പാതകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കല്ലും മുള്ളും എല്ലാം നിറഞ്ഞത്. ആ മലമ്പാതകൾ കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ, അതിനെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. കാരണം മലയോരത്തിലൂടെ നടന്ന ആളുകൾക്ക് അറിയുള്ളൂ, കൃത്യമായി വഴിയില്ലാത്ത ഒരിടം, കല്ലുകളും മുള്ളും മരങ്ങളും കയറ്റവും ഇറക്കവും എല്ലാം നിറഞ്ഞ ഒരു സ്ഥലം. അതിനെ അല്ലാഹു തആല ഉപമിക്കുകയാണ്, ഫലഖ്തഹമൽ അഖബ, മലമ്പാതകളെ നിങ്ങൾ എന്തുകൊണ്ട് തള്ളിക്കടന്നില്ല? ഇത്രയും ദുർഘടമായ വഴിയെ നിങ്ങൾ എന്തുകൊണ്ട് തള്ളിക്കടന്നില്ല എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പൊ മലമ്പാതകളെ തള്ളിക്കടന്നില്ല എന്ന് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എന്നടുത്ത ആയത്ത് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഈ മലമ്പാത എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു ഉദ്ദേശിച്ച മലമ്പാത എന്താണെന്ന് പറയുന്നുണ്ട്. ഇവിടെ മലമ്പാത എന്ന് അള്ളാഹു പറയാനുള്ള കാരണം, സ്വർഗത്തിലേക്കുള്ള വഴി യഥാർത്ഥത്തിൽ ദുർഘടമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നേടണമെന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതം വെച്ച് നോക്കിയാൽ അല്പം പ്രയാസമാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. വൽ മുറാദു ബിൽ അഖബതി ഹുന, ഇവിടെ അഖബ എന്ന് പറഞ്ഞത് കൊണ്ട്, മലമ്പാത എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചെന്താണ്? തുരീഖുൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇവിടെ അള്ളാഹു മലമ്പാത എന്ന് ഉദ്ദേശിച്ചത്. കാരണം എന്താണെന്നറിയോ? ആ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി അല്ലാഹു തആല പറഞ്ഞ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങളൊക്കെ ചെയ്യും വേണം, ഹറാമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും വേണം. അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്പം ദുർഘടമായ വഴി തന്നെയാണ്. കൂട്ടത്തിലുള്ള ആളുകളെല്ലാം തോന്നിയതുപോലെ നടക്കുമ്പോൾ, നമ്മുടെ സമപ്രായക്കാരെല്ലാം, കൂടെ പഠിക്കുന്നവരെല്ലാം ഈ ലോകത്തുള്ള സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും നിയമങ്ങളുടെ വേലിക്കെട്ടുകളില്ലാതെ ആസ്വദിച്ച് നടക്കുമ്പോൾ, നമ്മൾ അങ്ങോട്ടിങ്ങനെ പോകുമ്പോഴായിരിക്കും മനസ്സിലേക്കൊരു ചോദ്യം വരുന്നത്, ഈമാനുള്ളവനൊരു ചോദ്യം വരും. ഒരു ക്യാമ്പസിലുള്ള ഒരു വിദ്യാർത്ഥി, ഉദാഹരണം പറയാം. ക്യാമ്പസിലുള്ള ഒരു വിദ്യാർത്ഥി, എല്ലാ കുട്ടികളും തോന്നിയതുപോലെ നടക്കുന്നുണ്ട്. അവിടെ ഹറാമോ ഹലാലോ ഒന്നും വ്യത്യാസമില്ലാതെ ക്യാമ്പസിന്റെ പ്രകൃതി തന്നെ അങ്ങനെ ആയി മാറിയിരിക്കുകയാണ്. ഹറാമുകളില്ല, ഹലാലുകളില്ല. അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് മാറിയ സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് ഹറാമ ചെയ്യുന്നതിൽ ഒരു പ്രയാസവുമില്ല. എന്തെങ്കിലും ഒരു സെന്റ് ഓഫിന്റെ പ്രോഗ്രാം നടക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോളേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് മദ്യപിക്കുകയാണ് കൂട്ടുകാരെല്ലാം, കൂട്ടുകാരും കൂട്ടുകാരികളും മദ്യപിക്കുകയാണ്. ആ സമയത്ത് അവനോട് ചോദിക്കാൻ അവന്റെ അധ്യാപകർ വരെ ഇല്ല. അങ്ങനെയുള്ളൊരു ക്യാമ്പസിലും സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവന്റെ മുമ്പിലേക്ക് നിരത്തി വെക്കുന്ന ഭക്ഷണത്തളികകളിൽ കൂടെ അല്പം ഒരു ഗ്ലാസിൽ മദ്യവും വെച്ചു കൊടുത്താൽ അവനത് കുടിച്ചു എന്ന് വിചാരിച്ച് ആരും കാണാൻ പോകുന്നൊന്നുമില്ല. അവനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്ന് വിചാരിച്ചിട്ടും ആരും കാണാൻ പോകുന്നില്ല. വേണ്ട, വിരൽ തുമ്പൊന്നതിലേക്ക് മുക്കിയിട്ട് അതൊന്ന് നാവിന്റെ തുമ്പത്തേക്ക് വെച്ചു നോക്കിയാൽ പോലും അരുത് എന്ന് പറയാൻ ഒരാളും അവിടെ ഇല്ല. അങ്ങനെയുള്ള ക്യാമ്പസിൽ മുമ്പിലേക്ക് മദ്യം വിളമ്പുന്ന സദസ്സിൽ ഞാൻ അവിടെ ഇരിക്കാനില്ല എന്ന് പറയണമെങ്കിൽ ഒരാൾക്ക് അത് ദുർഘടമാണ്, മലമ്പാതയാണ്. നല്ല റബ്ബറൈസ്ഡ് റോഡിലൂടെ പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആ വഴി മാറി സഞ്ചരിക്കുമ്പോൾ അല്പം പ്രയാസമാണ്. ഇതാണ് അല്ലാഹു ഫലഖ്തഹമൽ അഖബ എന്ന് പറഞ്ഞത്. ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ വീടുകളിലെ ഓരോ കർമ്മങ്ങളെയും നമ്മളങ്ങനെ ഇസ്ലാമികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ഇസ്ലാമിക റൂട്ടിലേക്ക് കൊണ്ടുവരാൻ അല്പം ദുർഘടമായിരിക്കും. ദുനിയാവിലേക്ക് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതാണ് സഹലായ വഴി. അതാണ് സഹലായ വഴി എന്ന് മാത്രമല്ല, സൽ സബീൽ എന്ന് ഖുർആൻ പറഞ്ഞ വഴി അതാ. അതിലപ്പുറം നല്ലൊരു വഴി വേറെയില്ല. പക്ഷെ ആ വഴിയുടെ മധുരം മനസ്സിലാക്കണം. ദുർഘടമായ ഈ ലോകത്തുള്ള ശൈത്താനികമായ വഴിയുടെ മധുരത്തെ മാത്രം നുണഞ്ഞ മനുഷ്യന്റെ മുമ്പിൽ സ്വർഗത്തിലേക്കുള്ള വഴി ദുർഘടമാണ് എന്നാണ് അല്ലാഹു പറഞ്ഞതിന്റെ ആശയം. അല്ലാതെ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി ദുർഘടമാണ് എന്നല്ല.
നമ്മെപ്പോലെയുള്ള മനുഷ്യൻ സ്വാഭാവികമായും മനുഷ്യന്റെ ശൈത്താനികമായ ചിന്തകളെ മനുഷ്യനിലേക്ക് അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയത്തും ഇബ്ലീസ് നമ്മുടെ രക്തമോടുന്ന എല്ലായിടങ്ങളിലും ഇബ്ലീസിന് സഞ്ചരിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം അല്ലാഹു തആല പരീക്ഷണത്തിന് ഇബ്തിലാഇന് വേണ്ടി മാത്രം ഈ ഭൂമിയിലേക്ക് അയച്ച മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എളുപ്പവഴിയായി ദുനിയാവിൽ ഒറ്റനോട്ടത്തിൽ തോന്നുക ശൈത്താനികമായ വഴിയാണ്, തിന്മയുടെ വഴിയാണ്. ആ വഴിയിൽ നിന്ന് ഹിദായത്തിന്റെ വഴിയെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയെ, അതിന്റെ മധുരത്തെ മനസ്സിലാക്കാത്ത ഒരു മനുഷ്യനെ അവിടെയാണ് ഈ ഖുർആൻ ഫേസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനോടാണ് പറയുന്നത് ഫലഖ്തഹമൽ അഖബ, എന്തേ മനുഷ്യ നീ ആ മലമ്പാത കടന്നു പോകാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാ? ഇതൊക്കെ അള്ളാഹു നിയമത്തുകളൊക്കെ തന്നില്ലേ, കണ്ണും നാവും ചുണ്ടും. ഇത്ര മാത്രമേ അള്ളാഹ് പറഞ്ഞുള്ളൂ ഈ ആയത്തുകളിൽ. ഇങ്ങനെ എന്തോരം നിയമത്തുകളെ തന്നിട്ട് എന്തുകൊണ്ട് നീ തയ്യാറായില്ല? കല്യാണത്തിന്റെ വേദികളിൽ അങ്ങനെ തുടങ്ങിയാൽ ഹറാം എന്ത് ഹലാൽ എന്ത് എന്ന് പോലും ചിന്തിക്കാത്ത പലിശയുമായി ഇടകി അഴുകി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ എത്ര പ്രയാസങ്ങൾ വന്നാലും ആ പലിശയെ ഞാൻ തൊടില്ല എന്നൊരു ചിന്ത വരണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് അല്പം ദുർഘടമായിരിക്കും. ഈ റൂട്ട് അല്പം ദുർഘടമായിരിക്കും. പലിശയെ തൊട്ടിട്ടില്ല എങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ അല്പം വിഷമങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ മുമ്പിൽ അല്പം ചെറുതായി കൊടുക്കേണ്ടി വരും. സ്ഥാനമില്ലാത്തവനാകേണ്ടി വരും. അവന്റെ വീടിന്റെ അത്ര വലിപ്പം എന്റെ വീട് ഉണ്ടാവില്ല. അവനെ പോലെ ഒരു വാഹനം ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റൂല. എന്നാലും വേണ്ടില്ല, ഞാൻ പലിശയെ തൊടുന്നില്ല എന്നൊരു തീരുമാനം ഒരാൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് അല്പം ദുർഘടമായിരിക്കും. ഇങ്ങനെ ഓരോന്നും നോക്കിയാൽ നമുക്ക് പറയാനാകും. ഓരോന്നും നോക്കിയാൽ ഇക്കാലഘട്ടത്തിൽ ഹറാമുമായി ബന്ധപ്പെടുന്ന ഏത് മേഖല നോക്കിയാലും, സാമ്പത്തികമായി നോക്കിയാൽ, ബിസിനസ്സുകാരൻ, കച്ചവടക്കാരൻ, എന്റെ കച്ചവടം അല്പം കളവ് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ലാഭം കൊയ്യാൻ പറ്റും, ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇല്ലാത്ത മേന്മകൾ പറഞ്ഞ് ആ പ്രൊഡക്റ്റിന്റെ മേന്മകളെ പറഞ്ഞ് ഇല്ലാത്ത മേന്മകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ കൂടുതൽ ലാഭം ചിലപ്പോൾ കൊഴിയാൻ പറ്റും. പക്ഷേ അവിടെ ഈമാനുള്ളൊരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു ചോദ്യചിഹ്നം വരികയാണ്, ഇതെനിക്ക് ഹലാലാണോ ഹറാമാണോ? ഹറാമാണല്ലോ എന്നൊരു ചിന്ത വരുമ്പോൾ ചിലപ്പോൾ അവന് എല്ലാവരെ പോലെയും വലിയ മുതലാളിയാകാൻ പറ്റൂല. ചെറിയ ലാഭം ഉണ്ടാവും, അവന് ചെറിയ ലാഭം ഉണ്ടാവുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ അവിടെ 2 കളവ് വാക്ക് പറഞ്ഞാൽ അവന് 500 ലാഭം എടുക്കുന്നിടത്ത് 1000 ലാഭം എടുക്കാനാകും. പക്ഷേ അവന്റെ കൂടെയുള്ളവരൊക്കെ അങ്ങനെ 1000ഉം 2000ഉം കളവ് പറഞ്ഞ് ലാഭിക്കുന്നവരും ഇല്ലാത്ത മേന്മ പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവരുമാകും. അവരെ പോലെ അവരുടെ മുമ്പിൽ ഇവന് ചിലപ്പോൾ അല്പം കുറെ കാലായി കച്ചവടം ചെയ്യുന്നു, വലിയ ലാഭമൊന്നുമില്ല, ഒരു മുതലാളിയൊന്നും ആയിട്ടില്ല എന്നൊരു കുറച്ചിലുണ്ടാകും. എന്നാലും അവൻ ഹക്കിന്റെ ഭാഗത്ത് മാത്രം ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ആ റൂട്ട് എന്തിനു വേണ്ടിയായിരുന്നു? ഹലാല് ഹറാമ് വേർതിരിക്കാനായിരുന്നു. ആ ജീവിതം അല്പം ദുർഘടമായിരിക്കും. ആ തീരുമാനം എടുക്കാൻ അല്പം പ്രയാസം ഉണ്ടാവുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഫലഖ്തഹമൽ അഖബ, മനുഷ്യ എന്തുകൊണ്ടാണ് നീ ആ മലമ്പാതയെ മറികടക്കാത്തത്? ആ മലമ്പാത എന്താണ്? മലമ്പാത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അള്ളാഹു ഒന്നുകൂടി വിശദീകരിക്കണം. അള്ളാഹു ഉദ്ദേശിച്ച മലമ്പാതയിൽ എന്തൊക്കെയുള്ളത് എന്ന് പറയാൻ. അള്ളാഹു ഉദ്ദേശിച്ച മലമ്പാതയിൽ, നമ്മളിപ്പോൾ മനസ്സിലാക്കിയ മലമ്പാതയിൽ കല്ലുണ്ട്, മുള്ളുണ്ട്, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ച ഈമാനികമായ മലമ്പാതയിൽ എന്താണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലായില്ല. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, വമാ അദ്റാക മൽ അഖബ, എന്താണ് ഈ മലമ്പാത എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയുമോ? ചില കാര്യങ്ങൾ ചെയ്യലാണ്, ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകലാണ്. എന്താണ് നന്മകൾ എന്നല്ലേ അള്ളാഹു ഒരു 3-4 പ്രധാനപ്പെട്ട ഈമാനുള്ള മനുഷ്യന്റെ അടയാളങ്ങളെ എണ്ണുകയാണ്. അതുണ്ടായാൽ നമ്മൾ വിജയിച്ചു എന്നർത്ഥം. അള്ളാഹു പറയുകയാണ്, ഒന്നാമത്തേത് അടിമയെ മോചിപ്പിക്കുക എന്നാണ്. പഴയ കാലങ്ങളിൽ ഇസ്ലാം അടിമത്തത്തിനെതിരാണ്. ഇസ്ലാം അടിമകളെ മോചിപ്പിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒട്ടുമിക്ക നിയമങ്ങളിലും, നല്ല നല്ല നിയമങ്ങളിൽ ഫൈൻ കൊടുക്കുന്ന ഇടങ്ങളിൽ വരെ അടിമയെ മോചിപ്പിക്കണം എന്ന നിയമമാക്കി വിശുദ്ധമായ ഇസ്ലാം. എന്തിന്? അടിമ എന്നുള്ള സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ
ഫൈന് കൊടുക്കും. അത് ഫൈന് വേണമെന്ന് പറയും. അത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പ്രായശ്ചിത്യങ്ങൾ ഉണ്ടാവും. അതിൽ വളരെ പ്രാധാന്യം കൊടുത്തത് ഇസ്ലാം കൊടുത്തത് എന്താണ്? അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്. കാരണം എന്താ? അങ്ങനെയെങ്കിൽ അടിമ തീർന്നു പോട്ടെ, അടിമ പരിപാടി തന്നെ അങ്ങോട്ട് അവസാനിപ്പിക്കണം എന്നതുപോലെ അല്ലാഹു തആല ഇവിടെ ഒരാളുടെ ഈമാനിന്റെ ഒന്നാമത്തെ ഈമാനുള്ള മനുഷ്യന്റെ കർമ്മങ്ങളിലെ ഒന്നാമതായി അല്ലാഹു ഖുർആനിൽ എണ്ണിയത് ഏതാണ്? ഫഖ്റഖബത്തി, അവൻ അടിമയെ മോചിപ്പിക്കുക എന്നാൽ ഇന്നത്തെ കാലത്ത് അടിമയില്ലാതായി പോയത് എന്തുകൊണ്ടാ? ഇന്ന് അടിമയില്ല, അടിമ സംവിധാനം നിലച്ചു പോയി. എന്തുകൊണ്ടാണ്? ഇസ്ലാം അടിമയെ മോചിപ്പിക്കുന്നതിൽ വലിയ പ്രോത്സാഹനം കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അടിമകൾ കാലക്രമേണ അടിമ എന്നുള്ള ആ ഒരു സംവിധാനത്തെ തന്നെ അതിൽ നിന്ന് തന്നെ മാറിപ്പോയത്. നോക്കൂ നിങ്ങൾ, ഒന്നാമതായി അല്ലാഹു പറഞ്ഞു ഫഖ്റഖബ, നിങ്ങൾ അടിമയെ മോചിപ്പിക്കണം എന്നാണ്. രണ്ടാമതായി അല്ലാഹു പറയുന്നുണ്ട് ഔ ഇത്ആമു ഫീ യൗമിൻ ദി മസ്ഗബ. രണ്ടാമത് പറഞ്ഞ കാര്യം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് നല്ലപോലെ കോർത്തിണക്കേണ്ട വാക്കാണ്. ഔ ഇത്ആമു ഫീ യൗമിൻ ദി മസ്ഗബ, വിശപ്പുള്ള ദിവസങ്ങളിൽ ഭക്ഷണം നൽകുന്നവൻ, മുതലാളിയെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ വിശക്കുന്ന ദിവസങ്ങളിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ, അവൻ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഈമാനുള്ള ടീമിൽപ്പെട്ടതാണ് എന്ന് ഖുർആൻ പറയാണ്. എന്താണ് ഈ വിശക്കുന്ന ദിവസങ്ങളിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ? നമ്മളെ നാട്ടില് കൊറോണ വന്നുപോയി അല്ലെ, 2018 പ്രളയം വന്നുപോയി. ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് ഓരോരോ ചിത്രം വരുന്നുണ്ടാവും. അന്ന് ഭക്ഷണത്തിന് വേണ്ടി വരി നിന്നിട്ട് പാത്രം കാണിച്ചവനിൽ ഇന്നത്തെ വലിയ വലിയ ഡിഗ്രിയുടെ മേലുള്ള ഡിഗ്രി എടുത്ത ആളുകൾ ഉണ്ടായിരുന്നു, വലിയ ബിസിനസ്മാൻമാരുണ്ടായിരുന്നു. അവർക്ക് മണിക്കൂറിന് അന്ന് ആർക്കും കുപ്പായം മാറ്റേണ്ടി വന്നില്ല. എല്ലാവരും ആഴ്ചകളോളം ഇട്ട ഒരു വസ്ത്രം തന്നെ ഇട്ടു. എല്ലാവരെയും ഒരേ ലൈനിൽ തന്നെ നിർത്തി. എല്ലാവരും കൈനീട്ടുമ്പോൾ ആ കൂട്ടത്തിൽ കൈനീട്ടി എല്ലാവരും വിശക്കുന്നവൻ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ നോക്കിയതുള്ളൂ, വിശക്കുന്നവൻ. അതുകൊണ്ട് വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. കൊടുത്താൽ എനിക്ക് മതി എന്ന് പറഞ്ഞ സംഭവം ഇത് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് പൈസ കൊടുത്തു, 1000 രൂപ ഒരാൾക്ക് കൊടുത്തു. അപ്പൊ അയാളത് വാങ്ങി പോക്കറ്റിലിടും. അല്ല, ഞാനൊരു 1500 ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് കുറച്ച് 500 കൂടി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ ആളത് നോക്കി ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെയും ആള് പോയിട്ട് ഞാൻ 2000 എന്ന് വിചാരിച്ചു, പക്ഷെ മാറിപ്പോയത് 2000 കൂടെ കൊണ്ടു. അപ്പോൾ അള്ളാഹു വീണ്ടും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയും അല്ലേ. എത്ര പൈസ കൊണ്ടുവന്ന് കൊടുത്താലും ബർക്കത്തിന്റെ ദുആ കൂടും, അങ്ങനെ ഉണ്ടാവാം. അത് പണം കൊടുത്താൽ ആർക്കും അത് മതിയാവില്ല. എന്നാൽ ഈ ലോകത്ത് കൊടുത്താൽ മതി, എനിക്ക് വേണ്ട മതി എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നുള്ളൂ? ഭക്ഷണം വെറുതെ കിട്ടിയാലും എനിക്ക് മതി. നമ്മളെ കൂടെ ഒരാള് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്, കല്യാണ വീട്ടിൽ ഒരാൾ നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കായിരുന്നു. എന്ത് ചെയ്യാം? അടുത്തുള്ള ആൾക്ക് അങ്ങനെ കോരിട്ട് കൊടുക്കും. നമ്മളെ മുതലല്ലോ, വേറെ ആൾക്കാരെ മുതലല്ലോ, കോരിട്ട് കൊടുക്കുന്ന എന്താ ചെലവുള്ളത് അല്ലേ? ചില ആളുകൾ അങ്ങനെ ഉണ്ട്. നമ്മളെ മുതലല്ലോ, ഏതോ കല്യാണത്തിന് പോയിട്ട് അടുത്തുള്ളവന് അവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 2 കോരി ചോറ് ഇട്ട് ഓനൊന്നും പറ്റൂല. സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് അല്ലെ ഇവന്റെ ഭാഗം ഒന്ന് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് കൂട്ടുകാരന് അതൊന്നും ചെയ്യൂല. വേറെ ആരതോ കല്യാണത്തിന് പോയിട്ട് പിന്നെ ഇപ്പം ധാരാളം കോരിട്ട് കൊടുക്കണം. ചെയ്യരുത്. ആവശ്യമുള്ള ആളുകൾക്ക് മുമ്പിൽ വെച്ചു കൊടുത്താൽ ആവശ്യമുള്ളത് കഴിച്ചോളും. തീന്മേശകളിൽ നമ്മൾ പഠിക്കേണ്ട 100 കണക്കിന് സുന്നത്തുകളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് ഇറച്ചി പറ്റൂല, അയാൾക്ക് കൊണ്ടുപോയിട്ട് ഇറച്ചി കോരിട്ട് കൊടുക്കുകയാണ്. അയാൾക്ക് ഇപ്പൊ ആ വിരുന്നിന് വന്നത് ഇടങ്ങാറായിപ്പോ അല്ലെ. ഇറച്ചി പറ്റാത്തൊരുത്തന് ഇറച്ചി കോരിട്ട് കൊടുക്കുകയാണ്. ചില ആളുകൾക്ക് ചിക്കൻ പറ്റൂല, അവന് കൊണ്ടുപോയിട്ട് ചിക്കൻ ഒന്നായിട്ട് കോരിട്ട് കൊടുത്തു. അവൻ അതുകൊണ്ട് അതാപായി പോയില്ല. ഈ സൽക്കാരത്തിന് വരണ്ടില്ലായിരുന്നു, വന്നെല്ലാം കൂടെ ഇടങ്ങാറായിപ്പോയി. വേണ്ട, അവരുടെ മുമ്പിലുള്ള ഭക്ഷണം ആവശ്യമുള്ളത് അവര് ചോദിക്കട്ടെ, അല്ലെങ്കിൽ എടുത്ത് കഴിക്കട്ടെ. ഇതാണ് അതിന്റെ ശൈലി. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. സുന്നത്ത്, തീന്മേശയിലെ സുന്നത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഭക്ഷണം ഒരാൾ നമ്മൾ കൊണ്ടുവന്ന് ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു, 1 കോരിയിട്ട് കൊടുത്തു. ഇനി അയാൾ കുറച്ചുകൂടെ ഇടട്ടെ, 2ാമതും 3ാമതും ചോദിച്ചാൽ എന്താ പറയാ? അയാള് ചോദിക്കുമ്പോ വേണ്ട, എനിക്ക് മതി, ഇനി ഭക്ഷണം വേണ്ട എന്ന് പറയും. അതെന്തുകൊണ്ടാ? ഈ സാധനം മാത്രമാണ് മതി എന്ന് പറയുന്ന സംഭവമുള്ളത്.
തൃപ്തി ഒരു മനുഷ്യനെ കൊടുത്താൽ പെടുത്താൻ പറ്റി, അപ്പോൾ തന്നെ അവൻ തൃപ്തിപ്പെട്ടു എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇസ്ലാം അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ മനസ്സറിഞ്ഞിട്ട് അവൻ തൃപ്തി വയർ നിറഞ്ഞിട്ട് ആ സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് പറയാൻ അതിന്റെ ഒരു വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അയാൾ മതി എന്ന് പറയുന്ന സംഭവം അതാണ് ഇത്ആമു. അതുകൊണ്ട് അള്ളാഹു പറയാണ്, വിശക്കുന്ന മനുഷ്യന് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ അങ്ങനെയാണ്. ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ കൊറോണ സമയത്ത് എല്ലായിടങ്ങളിൽ ലോക്കായ സമയം അന്ന് വീടുകളിലേക്ക് ഈ കിറ്റുകളുമായി ഞങ്ങൾ ചെന്നു. വീടുകളിലേക്ക് കിറ്റുകളുമായി ചെന്നപ്പോ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വീട്, ആ വീടിന്റെ മുമ്പിൽ അവര് ഗൾഫുകാരാണ്. വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വട്ടം കറങ്ങി നിന്നു. ഇവിടെ കയറിയാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം? അവരെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ? നമ്മള് ഒരു സാന്ത്വന പ്രവർത്തനം നടത്തുമ്പോൾ ഈ ഒരു കിറ്റുമായിട്ട് നമ്മൾ ചെന്നാൽ അത് അവരെ അപമാനിക്കലായി പോകുമോ? അപമാനത്തിന് പ്രശ്നം പറ്റി അവരെന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ച് 2-3 തവണ മുട്ടിത്തിരിഞ്ഞ് നിന്നെങ്കിലും രണ്ടും കൽപ്പിച്ച് ബെല്ലടിച്ചപ്പോൾ ഒരു ഉമ്മ തലയിൽ തട്ടൊക്കെ ഇട്ടൊരു ഉമ്മ പുറത്തേക്ക് വന്നു. ആ ഉമ്മ അവനോട് പറഞ്ഞു, ഇത് ഞങ്ങള് എല്ലായിടത്തും കോവിഡും പ്രയാസങ്ങളൊക്കെ ആണല്ലോ, ഗൾഫിലുള്ളവർ അവിടെ ലോക്കാണ്, അവിടെ ജോലിയില്ല, ഇവിടെയുള്ളവർ ഇവിടെ ലോക്കാണ്. ഇങ്ങനെയൊക്കെ ആയ സാഹചര്യത്തിൽ ഓരോ വീടുകളിൽ ഞങ്ങൾ കൊടുക്കുന്ന ചെറിയൊരു സേവനമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മകൻ ഗൾഫിലാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങളിത് സംശയിച്ചു നിന്നു, ഇവിടെ തരണ്ടേ? ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ, എന്റെ മകൻ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ മേടിച്ചു വെച്ചോ, ഇവിടെ നിന്ന് അയക്കാനോ എത്തിക്കാനോ അല്ലെങ്കിൽ പണം അയക്കാനോ യാതൊരു സംവിധാനങ്ങളും ഇല്ല. അപ്പൊ നമ്മള് അവിടെ വിശക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് അന്നവുമായി എത്തിയപ്പോൾ അവരുടെ കണ്ണിലൂടെ വന്നൊരു കണ്ണുനീരുണ്ട്. അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി ചെന്നപ്പോൾ ആ കണ്ണുനീര് അവരുടെ സന്തോഷമാണ്. പറയാൻ വാക്കുകളില്ലാത്തത് കൊണ്ട് അത് കണ്ണിലൂടെ കണ്ണുനീരായി വന്നതാണ്. അവിടെ ഒരു പ്രാർത്ഥന അവർ മനോരുമരുകി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന നമുക്ക് കിട്ടണമെങ്കിൽ അല്ലാഹു പറഞ്ഞു, വിശക്കുന്ന മനുഷ്യൻ അവന് ഭക്ഷണം കൊടുക്കുക. അവന് വിശപ്പുണ്ടോ? അവൻ മുതലാളിയാണോ? അവന് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, ഈ മണ്ണ് വരെ അവന് തിന്നാൻ പറ്റൂലല്ലോ. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, അവനെന്തിനാണ് ചോറ് കൊടുക്കണമെന്നും അല്ലെ? അവന് മണ്ണ് വാരി തിന്നാൻ പറ്റുമോ? അവനെ സംബന്ധിച്ചിടത്തോളം വിശക്കുന്നുണ്ട്, അവന് ഭക്ഷണം വേണം. അവൻ ആരാണെന്ന് നോക്കണ്ട, മുസ്ലിമാണെന്ന് നോക്കണ്ട, അമുസ്ലിമാണെന്ന് നോക്കണ്ട, മതം നോക്കണ്ട, ജാതി നോക്കണ്ട, മനുഷ്യനാണോ എന്ന് നോക്കുക, അവന് കൊടുക്കുക. മൃഗങ്ങൾക്കും കൊടുക്കണം, മനുഷ്യന് കൊടുക്കുക. രണ്ടാമത്തേത് നോക്കൂ നിങ്ങൾ, അള്ളാഹു പറഞ്ഞ മേന്മ ഏതാണ്? മൂന്നാമത്തേത് ഞാൻ ഈ സൂറത്ത് അവസാനിപ്പിച്ച് നിർത്തും. ഇനി വേറൊരു ദിവസത്തേക്ക് ഇത് മാറ്റിയേക്കാനില്ല, അപ്പൊ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഖറാബത്തുള്ള അടുത്ത കുടുംബക്കാരായ ആളുകൾ, അവിടെ യതീമക്കൾ ഉണ്ടാവും. നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് സ്വതക്ക കൊടുക്കുമ്പോഴും മറ്റൊക്കെ കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ചില ആളുകളുണ്ട് അവനാന്റെ നാട്ടിൽ 5 പൈസ കൊടുക്കൂല, അവൻ പോയിട്ട് വലിയ ആചാരാവും വേറെ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയിട്ട്. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എപ്പോഴും നമ്മൾ അക്രബീങ്ങളായ ആളുകളെയാണ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുക. സ്വതക്കയായാലും സക്കാത്ത് വരെ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മളെ അക്രബീങ്ങളായ ആളുകൾ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അവകാശികളുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക്. ചില ആളുകളുണ്ട് വീട്ടിൽ മീൻ വരെ വാങ്ങിക്കൊടുക്കൂല, അപ്പുറത്താണ് പള്ളിയിൽ വയലടക്കുമ്പോ 5000 റുപ്യ സംഭാവന ഏൽക്കണം. ഭാര്യ 200 രൂപന്റെ മീൻ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇവിടെ വയലിന് വന്നിട്ടോ 1500 റുപ്യ 5000 റുപ്യ ഏൽക്കാണ്. അപ്പൊ അപ്പുറത്തുനിന്ന് ഭാര്യ ആലോചിക്കണം, അപ്പൊ അബൂബക്കർ ഹാജി 5000 രൂപ ഏറ്റെന്ന് പറയുമ്പോ പഠിച്ചോ, ഇന്ന് രാവിലെ ഒരു 200 രൂപന്റെ മീന് പൈസ വെച്ചിട്ട് തന്നില്ലല്ലോ, മൂപ്പരിപ്പ് ഇവിടെ 5000. ആ സ്വതക്കൊണ്ട് എന്ത് കാര്യമുണ്ട്? ആലോചിച്ചോ. നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ ഏറ്റവും അക്രബ് നമ്മുടെ അഹിലുകാര്, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ തീർക്കണം. അവിടെ ആകെ കൊടുത്തായിരിക്കും, നാട്ടില് വലിയ സ്വതക്കീണ ആളായിരിക്കും, എല്ലാവർക്കും ഭയങ്കര കൂടെ. വീട്ടിൽ 5 പൈസ മക്കൾക്കുള്ള ഭാര്യക്കും ഇല്ല, മര്യാദക്ക് തിന്നാൻ വരെ കൊണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഒരാളൊരു വിഷമം പറഞ്ഞു. ഒരു ഭാര്യ പറഞ്ഞിട്ട് വീട്ടിലെ സംഭവം, അയാള് വലിയ കൊടുതിക്കാരനായിരിക്കും, പക്ഷെ വീട്ടിൽ അയാളെ കൊണ്ട് വലിയ ഇടങ്ങാറാണ്.
ഒരു സാധനം വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കൂല. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് അയാളുടെ ഭാര്യയും മക്കളും, ഭാര്യ വേറെ തൊഴിൽ ചെയ്യുക. എന്താണ് അതൊക്കെ അവസ്ഥ? ഈ സ്വതക്കകൾ കൊണ്ട്, ഈ കൊടുതി കൊണ്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞു, ആദ്യം നിങ്ങൾ അഖറബീങ്ങൾക്ക് കൊടുക്കണം, അഖാരിബിന് കൊടുക്കണം, അടുത്ത ആളുകൾ, അടുത്ത കുടുംബക്കാർ. അതാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ യതീമെന്താ മഖറബ, നിങ്ങൾ അടുത്ത കുടുംബങ്ങളിലോ മറ്റോ ആളുകൾ, നല്ല ആളുകൾ, യതീം മക്കളായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കണം. പള്ളികളായാൽ അവനവന്റെ നാട്ടിലുള്ള പള്ളിയും മദ്രസയും, അതിനാണ് ആദ്യം മുൻതൂക്കം കൊടുക്കേണ്ടത്. അവനവന്റെ നാട്ടിലുള്ള പള്ളി, മദ്രസ, നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ വീടുണ്ടാക്കി കൊടുക്കുകയാണ്. നാട്ടിൽ ആരെങ്കിലും വീടില്ലാത്തവരുണ്ടോ, അവർക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. പള്ളിക്കായാലും മദ്രസക്കായാലും മറ്റു എന്ത് വിഷയങ്ങൾ, ആദ്യം അഖാരിബ് നോക്കണം. നമ്മളുമായി ബന്ധമുള്ള ആളുകൾ ആരെങ്കിലും ഇത്തരം പ്രയാസങ്ങളിലുണ്ടോ, അവർക്കാണ് ഫസ്റ്റ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. അപ്പൊ അല്ലാഹു പറഞ്ഞു, യതീമെന്താ മഖറബ ഔ മിസ്കീനെന്താ മച്റബ, ദാരിദ്ര്യമുള്ള മിസ്കീന്മാരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, എല്ലാം എത്തിച്ചു കൊടുക്കണം. ഇതെല്ലാം അല്ലാഹു പറയാണ്. ഇതാരാന്നറിയോ? ഈ വിഭാഗം ആരാന്നറിയോ? ഇതൊക്കെ ചെയ്താൽ മാത്രം പോരാ, ഒന്നും കൂടെ ഇതെല്ലാം ചെയ്യുന്ന ഒരു ഹാജിയാരുണ്ടായാൽ അയാളുടെ കൂടെ പിന്നെ എന്തുകൂടെ വേണം? സുമ്മ കാന മിനല്ലദീന ആമനൂ, അവര് വിശ്വാസിയാകണം, വിശ്വാസിയുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കണം. പാവപ്പെട്ടവന് വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. പക്ഷേ അവന് വിശ്വാസിയല്ല, വിശ്വാസമില്ല. പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ് അവന്റെ അമലെങ്കിൽ എല്ലാത്തിന്റെയും പ്രതിഫലം പോയി. മിനല്ലദീന ആമനു, വിശ്വാസികളിൽ പെട്ടവനായിരിക്കണം. മാത്രമല്ല വതവാസൗ ബിസ്സബ്ർ വതവാസൗ ബിൽ മർഹമ, സ്വബർ കൊണ്ട് എല്ലാവരോടും വസിയത്ത് ചെയ്ത് പരസ്പരം ക്ഷമയുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള സൃഷ്ടികളോട് എല്ലാവരോടും കരുണ കാണിക്കുന്ന മനുഷ്യനുമാകണം. ഈ പറഞ്ഞ ക്വാളിറ്റിയാണ് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ടത്. നല്ലോണം കൊടുക്കും. ക്ഷമ എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടി പോയിണ്ടാവില്ല, അല്ലെ? എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ എടുത്തി അടി ചൂടായി, ഒരു ക്ഷമയില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും. നമ്മൾ തന്നെ പറയും, അത് അയാളെ പ്രകൃതം തന്നെ അങ്ങനെയെന്ന് പറയും, അല്ലെ? അയാളെ പ്രകൃതം തന്നെ അങ്ങനെ, എപ്പോഴും എടുത്ത ചാടി ചൂടാവേണ്ട ഒരു സ്വഭാവമാണെന്ന് പറയും. അത് അയാൾ മാറ്റിയെടുക്കണം. അതിനാണ് ഈ മലമ്പാത എന്ന് പറഞ്ഞത്. ഈ മലമ്പാത എന്ന് പറഞ്ഞാൽ അത് അയാൾ മാറ്റിയെടുക്കണം. അവിടെയാണ് അധ്വാനം. അതുകൊണ്ട് അല്ലാഹു പറയാണ്, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും, ഇനി പറയുന്ന ഈ 2-3 കാര്യങ്ങളുണ്ടല്ലോ, മറ്റുള്ള പടപ്പുകളോട് കരുണ കാണിക്കുന്ന ആളായിരിക്കും, വിശ്വാസിയാകണം, നല്ല ക്ഷമയും വേണം. ഇത് 3 ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ മേലെ പറഞ്ഞ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. ക്ഷമയും മറ്റുള്ള സഹജീവികളോട്, മനുഷ്യരോട് റഹ്മത്ത്, മനസ്സിനുള്ളിൽ കാരുണ്യമുള്ള മനുഷ്യനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയൊക്കെ വന്നോളും. വിശ്വാസം ഉണ്ടായാൽ മതി. വിശ്വാസം വേണം. നിങ്ങൾ കണ്ടില്ലേ, മുസ്ലിമീങ്ങളാണ്, വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്നവർ. നമുക്കതിന്റെ പഠനങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. വിശ്വാസികളാണ്. ആ വിശ്വാസവും ക്ഷമാശീലരും മറ്റുള്ള സഹജീവികളോട് കാരുണ്യമുള്ള മനുഷ്യനെ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഉരുള ചോറ് കൊടുക്കണമെങ്കിൽ കാരുണ്യം തോന്നണം. എന്റെ മനസ്സിൽ കാരുണ്യം ഇല്ല എന്നുണ്ടെങ്കിൽ, റഹ്മത്ത് എന്ന സാധനം എന്റെ മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വിളിക്കാൻ തോന്നൂല. അല്ലെങ്കിൽ ഒരാൾ ഭക്ഷണം ഇല്ലാതെ ബുദ്ധിമുട്ട് വിശന്നിരിക്കുന്ന ഒരാളെ കാണുമ്പോ എവിടുന്നെങ്കിലും ഒരു ചോറ് പൊതി കൊണ്ടു കൊടുക്കാൻ എന്റെ മനസ്സിൽ തോന്നാതിരിക്കില്ല. തോന്നുന്നപ്പോഴാണ്, മനസ്സിൽ റഹ്മത്ത് ഉണ്ടാകുമ്പോഴാണ്, കരുണയുണ്ടാകുമ്പോഴാണ്. അതും അല്ലാഹു പറഞ്ഞത്, ഇതുണ്ടായാൽ അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അല്ലാഹു അവിടെ നിർത്തിയില്ല, എന്നിട്ട് പറഞ്ഞു, ഉലൈക അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷക്കാർ. രാഷ്ട്രീയത്തിലെ വലതുപക്ഷം അല്ല കേട്ടോ. രാഷ്ട്രീയത്തിൽ വലതും ഇടതും ഒക്കെ ഉണ്ട്, അതല്ല ഖുർആൻ പറയുന്ന വലത്, അതല്ല ഖുർആൻ പറയുന്ന ഇടതും, അതല്ല. അവരാണ് ഉലൈക അസ്ഹാബുൽ മൈമന, അവരാണ് സ്വർഗത്തിന്റെ അഹ്ലുകാർ, അവനാണ് നന്മയുടെ വാഹകർ, അവനാണ് സൽസബീൽ എന്ന സരണിയിലൂടെ സഞ്ചരിച്ചവർ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലദീന കഫറു,
അവിശ്വാസികളായ ആളുകളുണ്ട്. ബിആയാതിനാ, നമ്മുടെ ആയാത്തുകളെ ദൃഷ്ടാന്തങ്ങളെ എല്ലാം കളവാക്കി സ്വന്തം ഇഷ്ടപ്രകാരം നിയമങ്ങളെ പടച്ച് ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഹും അസ്ഹാബുൽ മശ്അമ, അവര് ശിമാൽ ഇടതുപക്ഷക്കാരാണ്. ഈ രാഷ്ട്രീയക്കാർ കൊണ്ടിട്ട് ഈ ആയത്തോതിട്ട് പ്രസംഗിക്കാൻ നിൽക്കണ്ട, അവരിടതുപക്ഷക്കാരാണ്. അലൈഹിം നാറും മുഅസ്സദഹ, അവരെ നരകം, അവർക്കുള്ള നരകത്തെയും അല്ലാഹു പറഞ്ഞു. അപ്പൊ ഇടതുപക്ഷക്കാർക്ക് നരകം ഉണ്ടെന്നും വലതുപക്ഷക്കാർക്ക് സ്വർഗ്ഗം. ഈ ഇടത് വലത് പറഞ്ഞാൽ ലീഗ മാർക്സിസ്റ്റ് ഏതാണ് അല്ലെ? ഇടത് പറഞ്ഞ ഏതാ? ഇടത് പറഞ്ഞ ഏതാ? UDF മാർക്സിസ്റ്റ്. വലത് എന്ന് പറഞ്ഞ ഏതാ? UDF അല്ലേ? അപ്പൊ കുറെ ആൾക്കാർ സമാധാനിക്കണം, തിരക്കേടില്ല, സ്വർഗത്തിൽ തന്നെയാണ്, അതുകൊണ്ട് സ്വർഗമൊന്നും കിട്ടാൻ പോവില്ല. വിശ്വാസം വേണം, ഈമാൻ വേണം, ഈമാൻ അനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പൊ പിന്നെ അതിൽ പ്രവർത്തിക്കുന്നതും ഈമാൻ കൊണ്ടും നീയത്ത് കൊണ്ടൊക്കെ ആണെങ്കിൽ, സേവന മനസ്ഥിതിയോടുകൂടെ ആണെങ്കിൽ അതിനൊക്കെ കൂലിയുണ്ട്. അല്ലാഹു തആല മുഅ്മിനീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. സൂറത്തുൽ ബലദ് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത്, മനുഷ്യ നിനക്ക് നല്ല അവയവങ്ങളെ തന്നു, ഒരുപാട് നിഅമത്തുകളെ തന്നു, ഇതെല്ലാം ഉണ്ടായിട്ട് സ്വർഗമെന്ന ഒരു വഴി ഇനി അത് വലിയ വലിയ മലമ്പാതയായി കാണണ്ട. അതിലൂടെ സഞ്ചരിച്ചാൽ ആ മലയുടെ അപ്പുറത്ത് നിനക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അതുകൊണ്ട് ആ മല നീ കയറാൻ തയ്യാറാകണം. അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ